നമസ്കാരം. ഞങ്ങളൊക്കെ ഇതിനെ പുക്കുവട എന്നാണ് പറയണത്. ഇപ്പോൾ പലരും പല പേരിലാണ് പറയാറ്. ചിലർ പക്കാവട എന്ന് പറയും, പക്കോട എന്ന് പറയും, അങ്ങനെ പല പേരിലും അറിയപ്പെടാറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു 10 മിനിറ്റിൽ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. ബിഗിനേഴ്സിന് എളുപ്പത്തിൽ എങ്ങനെ പൊക്കോട ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത്. ഇത് കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ടുള്ള പൊക്കോടയാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ താഴെയുള്ള ആ സബ്സ്ക്രൈബ് ബട്ടണ് ഒന്ന് ക്ലിക്ക് ചെയ്യൂ. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ പൊക്കോട ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 1 കപ്പ് അരിപ്പൊടി ഉണ്ട്. ഇനി ഈ അരിപ്പൊടിയിലേക്ക് ചേർക്കേണ്ടത് കടലമാവാണ്. ഇതിപ്പോൾ 1/2 കപ്പ് കടലമാവ്. അപ്പോൾ ഞാൻ മെഷറിംഗ് കപ്പിലാണ് എടുത്തത്. മെഷറിംഗ് കപ്പിൽ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഗ്ലാസ്സിലോ ഏത് പാത്രത്തിൽ വേണമെങ്കിലും എടുക്കാം. അരിപ്പൊടി എടുക്കുന്നതിൻ്റെ പകുതി കടലമാവ് എടുക്കുക. നന്നായി കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കണം. ഇത് 1 ടേബിൾ സ്പൂൺ ബട്ടറാണുള്ളത്. അത്യാവശ്യം തണവുള്ള ബട്ടറാണ്. അത് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് പൊട്ടിച്ച് പൊടിയിൽ നന്നായിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1 ടീസ്പൂണ് ആദ്യം ചേർക്കാം, എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് മുളക് പൊടിയാണ്. ഇപ്പോൾ 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തു. അപ്പോൾ എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് 1 ടീസ്പൂണും കൂടി ചേർക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ആ ബട്ടർ നന്നായി അലിഞ്ഞു വരണം. ഇനി അതിലേക്ക് നമുക്ക് 2 നുള്ളു കായം കൂടി ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇത്രയും സാധനങ്ങൾ മതി. ഇനി നമുക്കിത് കുഴച്ചെടുക്കുകയേ വേണ്ടൂ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കണം. അപ്പോൾ വെള്ളം കുറേശ്ശെ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ അരിപ്പൊടി അളന്നെടുത്ത അതേ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഇതുപോലെ കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ വീട്ടിൽ കുട്ടികളൊക്കെ വലുതായി തുടങ്ങുമ്പോഴാണ് സ്നാക്സൊക്കെ കൂടുതലായിട്ട് ആവശ്യം വരിക. ഇപ്പോഴാണ് ഞാൻ ഈ പൊക്കോട, മുറുക്ക് അങ്ങനത്തെ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് തുടങ്ങിയത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം കൂടിക്കഴിഞ്ഞ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഏകദേശം ഇപ്പോൾ റെഡി ആയി തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വന്നാൽ വീട്ടിലൊന്നും കൊടുക്കാനില്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പൊക്കോടയാണ്. വെറും 10 മിനിറ്റ് മതി. നമുക്കിതൊന്ന് കുഴച്ചെടുത്ത് ഒന്ന് ഉണ്ടാക്കിയെടുക്കുക വേണ്ടൂ. നന്നായി മിക്സായി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നല്ല തിന്നായിട്ടുള്ള പൊക്കോടയാണ്. റിബൺ പൊക്കോടയൊക്കെ മരത്തെ പൊക്കോടയാണ് ഞാൻ ഉണ്ടാക്കണേ. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. റെഡിയായി മാവ്. ഇനി നമുക്കിത് പൊക്കോട ഉണ്ടാക്കാനായിട്ട് ഞാൻ ഈ അച്ചാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ 4 വരയുള്ള അച്ച്. ഇങ്ങനത്തെ അച്ചില്ലെങ്കിൽ 1 വര ഉള്ള അച്ചുണ്ടാവും, അതെടുത്താലും മതി. ഇതാവുമ്പോൾ നല്ല തിന്നായിട്ട് കിട്ടും പൊക്കോട. 1 വരയുള്ളതാണെങ്കിൽ കുറച്ചും കൂടി കട്ടിയുള്ള പൊക്കോടയാണ് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് വെച്ചെങ്കിൽ അച്ചിലിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് പൊക്കോട ഉണ്ടാക്കാനായിട്ട് ഇനി ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കാനായിട്ട് വയ്ക്കാം. എണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ തന്നെ വേണമെന്നില്ല. ഏത് എണ്ണയാണോ യൂസ് ചെയ്യാറുള്ളത് അത് യൂസ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരണം. അതിനുശേഷം വേണം നമുക്ക് പൊക്കോട ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കി എടുക്കണം. എണ്ണ ചൂടായിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ഇതുപോലെ മാവിൽ നിന്ന് കുറച്ച് നമുക്ക് എടുത്ത് എണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാനൊരു ബോളാക്കിയിട്ട് ചെറുതാക്കി ഇട്ടു. അപ്പോൾ ഈ ബോള് നമ്മുടെ എണ്ണ ചൂടായി വരുമ്പോൾ അത് തന്നെ പൊന്തി മുകളിൽ വരും. അപ്പോൾ വേണം നമുക്ക് പൊക്കോട പിഴിഞ്ഞ് ഇട്ട് കൊടുക്കാനായിട്ട്. നന്നായി പൊന്തി മുകളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അത് പൊക്കോട ഇട്ട് കൊടുക്കാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പതുക്കെ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം. എണ്ണ നല്ല ചൂടായിട്ടാവും ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് കൈമേലേക്ക് ചൂട് തട്ടും. അപ്പോൾ സൂക്ഷിച്ചിട്ട് വേണം ഇത് പിഴിഞ്ഞു കൊടുക്കാനായിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പൊക്കോടയായിട്ട് മുഴുവനായിട്ട് ഇങ്ങനെ ചുറ്റിച്ചെടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ പീസസായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഞാനിതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് ഉണ്ടാക്കുകയാണ് ചെയ്യാറ്.
നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു പക്കോട ആക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി കുമിളകളൊക്കെ അടങ്ങി വരുമ്പോഴാണ് നമ്മുടെ പക്കോട റെഡി ആയിട്ട് വരിക. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ബബിൾസ് മാറുമ്പോൾ വേണം നമ്മളത് മറിച്ചിടാനായിട്ട്. അപ്പോൾ ഇതിപ്പോൾ കണ്ടറിയാം നന്നായിട്ട് ബബിൾസൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട്. പക്കോട ഒരുവിധം ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് ഫ്ലെയിം ഒരിക്കലും ലോ ഫ്ലെയിമിലേക്ക് മാറ്റരുത്, കാരണം ലോ ഫ്ലെയിമിലാക്കിയാൽ ഇത് നന്നായിട്ട് എണ്ണ കുടിക്കും. ഇതുപോലെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ആക്കി കൊടുക്കാൻ. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പക്കോട നന്നായി ആയതിന് ശേഷം എടുക്കാറാകുമ്പോൾ വേണം നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ കറിവേപ്പില കരിഞ്ഞു പോവും. അപ്പോൾ ഇനി നമുക്കിത് കോരി എടുക്കാറായിട്ടുണ്ട്. ഒരു പ്ലേറ്റിലേക്കോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നമ്മുടെ പക്കോട റെഡി. കണ്ടില്ലേ, സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. നല്ല ക്രിസ്പിയാണ് പക്കോട. അപ്പോൾ നമുക്കിത് ഒരെണ്ണെടുത്തൊന്ന് കൈ കൊണ്ട് പൊട്ടിച്ച് നോക്കാം. കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ടുള്ള പക്കോടയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇതുവരെ പക്കോട ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ. ഇനിയും ഇതുപോലുള്ള റെസിപ്പീസായിട്ട് ഞാൻ വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.